ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് നല്ലൊരു സ്വീറ്റ് റെസിപ്പിയൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബട്ടർസ്കോച്ച് പുഡിംഗ്. ഇതെല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇനി ഇതിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനായി 500 ml പാല്, 1 കപ്പ് ഷുഗർ, 2 ടേബിൾ സ്പൂൺ ബട്ടർ, കോൺഫ്ലവർ കലക്കിയത്, നട്ട്സ്, ചൈനാഗ്രാസ്, മിൽക്ക് മെയ്ഡ്. 500 ml പാലെടുത്തുകൊണ്ട് 5 ഗ്രാം ചൈനാഗ്രാസേ നമ്മളിപ്പോൾ എടുക്കുന്നുള്ളൂ. ചൈനാഗ്രാസ് പെട്ടെന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് തിളപ്പിക്കാം. ഇനി നമുക്ക് ബട്ടർസ്കോച്ച് ചിപ്സ് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ ഷുഗറും 3 ടേബിൾ സ്പൂൺ നട്ട്സും ഇട്ട് കാരമലൈസ് ചെയ്തെടുക്കണം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത് ബേൺ ആയി പോവാതെ ശ്രദ്ധിക്കണം. ഇനി ഇത് നമുക്കൊന്ന് സ്റ്റീലിൻ്റെ പ്ലേറ്റിലേക്ക് മാറ്റാം. തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് മിക്സിയിലിട്ട് ജസ്റ്റ് ക്രഷ് ചെയ്തിട്ട് എടുക്കാം. ഇത് പൗഡർ പോലെ ആക്കണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്താൽ മതി. ഇനി അടുത്ത സ്റ്റെപ്പ് പുഡിംഗ് ഉണ്ടാക്കുന്നതാണ്. അതിനായിട്ട് 1 കപ്പ് ഷുഗർ നല്ലോണം കാരമലൈസ് ചെയ്ത് ബ്രൗൺ കളർ ആവുന്നത് വരെ നല്ലോണം മെൽറ്റ് ആക്കിയിട്ടെടുക്കണം. മെൽറ്റായിട്ട് വന്നിട്ടുള്ള ഷുഗറിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ നമുക്ക് ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്നും കൂടി ഇളക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. പാലൊഴിക്കുമ്പോൾ ഇത് കട്ട പിടിക്കും, എന്നാലും ഇത് നല്ലോണം ഇളക്കി നമുക്കിത് മെൽറ്റാക്കി എടുക്കാം. ഇനി ഈ കോൺഫ്ലവർ പാലിലേക്ക് ഒഴിച്ച് കൊടുത്ത് നല്ലോണം ഇളക്കാം. പുഡിംഗ് ഒന്ന് ക്രീമി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടിൻ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യാം. നേരത്തെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ചൈനാഗ്രാസ് ഒന്ന് ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളെ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഇത് ട്രേയിലേക്ക് മാറ്റി സെറ്റ് ചെയ്യാൻ വെക്കാം. ഇതിന് മുകളിൽ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സ് ഇട്ട് കൊടുക്കണം. അത് ഞാൻ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്. ഇനി ഇതൊരു 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് സെറ്റാക്കി എടുക്കാം. പുഡിംഗ് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്തിട്ടെടുക്കാം. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണം.
ഇൻഷാ അല്ലാ നെക്സ്റ്റ് ടൈം വീണ്ടും ഒരു റെസിപ്പിയുമായി വരും. താങ്ക്സ് ഫോർ